വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോകൾക്ക് മുമ്പേ ആയിരിക്കും. അതിൻ്റെ ബാക്കി പാർട്ടാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറാൻ നിൽക്കുന്ന ഒരു ക്യൂവിലായിട്ടാണ് നിന്നത്. ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റൊന്നും ആയിരുന്നില്ല, നോർമൽ ടിക്കറ്റായിരുന്നു എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പല റൈഡുകളിലും കയറാതെ പോരേണ്ടി വന്നു. കാരണം അമ്മാതിരി ക്രൗഡാണ് അവിടെ. കാരണം എല്ലാവരും വെക്കേഷനാണല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് ശരിക്കൊന്നും എന്തോ പറയില്ല, ഒരുപാട് തിരക്കുള്ളൊരു സമയത്താട്ടോ സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് റൈഡിലൊന്നും വലിയ കാര്യമായിട്ട് കയറാൻ നിന്നില്ല. അപ്പോഴത്തേനാണ് സ്വിമ്മിംഗ് പൂൾ, വേവ് പൂൾ അവിടെ തന്നെ വർക്ക് ചെയ്യൽ തുടങ്ങിയതാണ്. അപ്പോഴത്തേനും ഓട്ടമാണ്. കുഞ്ഞുവിന് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഓടിപ്പിടിച്ച് ഞങ്ങൾ അങ്ങനെ പൂളിലെത്തിയപ്പോൾ ആ സൈഡിൽ കൂടെ ഇറങ്ങുന്നു, ഈ സൈഡിൽ കൂടെ ഇറങ്ങുന്നു എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ ഒരു വിധമൊക്കെ ഇറങ്ങിപ്പറ്റി. അപ്പോഴത്തേനും പേടിച്ചിട്ടാട്ടോ സൈഡിൽ നിന്ന്, പിന്നെ പേടിച്ചിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. കാരണം ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചിരി ധൈര്യമൊക്കെ വന്നു തുടങ്ങി. പിന്നെ ധൈര്യം വന്നു തുടങ്ങി. പിന്നെ കയറാതെ ആയിപ്പോയി. പിന്നെ ഓടുക ഇറങ്ങുക. സനൂപേട്ടനും പെട്ടുപോയി. അവസാനം പിടിച്ചോണ്ട് പോയി സനൂപേട്ടൻ കേട്ടോ. അപ്പോൾ എന്നോട് പറയുന്നത്, പിടിച്ചോണ്ട് പോകുമ്പോൾ അമ്മ എന്നെ പിടിക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങ് വെള്ളം തന്നെ, തല മുങ്ങണമെന്നോ. എൻ്റെ ദൈവമേ, മൂക്കിക്കൂടൊക്കെ വെള്ളം കുരുണ്ടത്. എത്രയോ പേര് മൂത്രമൊഴിച്ച വെള്ളമായിരിക്കുമല്ലേ, അതൊക്കെ കുറെ കുടിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പനും മോനും കൂടിയിട്ട് കടപ്പുറത്ത് കിടക്കുന്ന പോലെ കുറച്ച് നേരം വേവ് പൂൾ ഓഫാക്കിയ സമയത്ത് കിടന്നു. പിന്നെ നടക്കുക, ഇരിക്കുക, പറഞ്ഞില്ല ഇതുപോലെ. പിന്നെ ഫോട്ടോ എടുക്കുന്നതായി കേട്ടോ, തലയിൽ കയറ്റി വെക്കുക, എൻ്റെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്ത് വീണ്ടും വെള്ളത്തിലിറങ്ങി. ഒരുവിധം പണിപ്പെട്ട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം വേറൊരു പൂള് കണ്ടത്. അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ വേവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് നേരം ഇരുത്തി കിട്ടോ. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ കുഞ്ഞുമക്കൾക്ക്, പ്രായം അതാണല്ലോ. നമ്മുടെ ഇന്നും പ്രായത്തിൽ നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളാണല്ലോ അവരുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാനും അവനും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നോട് അച്ഛാ എന്നെ രക്ഷിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയായിരുന്നു. എന്നെ ഏറ്റെടുത്തോണ്ട് പോയി. അങ്ങനെ പിന്നെ അവിടെ ഒരു കുരങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ അവനോട് എന്തൊക്കെയോ പറഞ്ഞു, അവനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം വേറെ എന്തോ ഒരെണ്ണത്തും കൂടെ പോയി കേട്ടോ. ഈ മോളിന് വെള്ളം നല്ല ബക്കറ്റിനകത്ത് ഇങ്ങനെ വെള്ളം വീഴില്ലേ, അതിൻ്റെ ചോട്ടിൽ പോയി. അതിനുശേഷം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം. ഭയങ്കര ചൂടല്ലേ. അപ്പോൾ പിന്നെ നേരെ അതിൻ്റെ ചോട്ടിൽ ഞാനും പോയി നിന്ന്. ഞങ്ങൾ കുറേ പ്രാവശ്യം പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാരണം തിരക്ക് കുറവായിരുന്നു കാരണം. പിന്നെ അവിടെ ചെറിയ കുട്ടികൾക്കുള്ള ഈ ഒരു സംഭവം, പിന്നെ എൻ്റെ 2 ചെറിയ കുട്ടികൾ, മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയും, അവർ 2 പേരും കൂടെ അതിനകത്തേക്ക് കയറി ഇറങ്ങി. കിഡ്സ് ഓൺലിയാണ്, അത് നോക്കണ്ട. സനുവേട്ട വലിയ കുട്ടി എന്നുള്ള തരത്തിലുള്ള ചെറിയ കുട്ടിയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളത്തിൽ കൂടെ ഇറങ്ങി. അതാണ് പറഞ്ഞ് ഈ ഒരു സാധനത്തിൽ കയറണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടേക്കാണ് വളരെയധികം തിരക്ക് കുറവുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലൊക്കെ വളരെയധികം തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കയറിയിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. താഴെ